ചില ഇനി നിലവിൽ അന്ന് ആ കാലഘട്ടത്തിൽ നിങ്ങൾ അത് ചിന്തിച്ചില്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ചിന്തിക്കാമല്ലോ. ഈ പറയുന്ന ഹിന്ദുത്വയില് തീവ്രവാദ വിഭാഗമുണ്ട്. ആ വിഭാഗം പോലെ നമ്മുടെ രാജ്യത്തിന് ഭീഷണിയാണ്. അപ്പൊ ഈ പറയുന്ന പോലെ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റ് ഇവരുടെ കൂട്ടത്തിൽ ഉണ്ട്. അവരും ത്രെറ്റ് അപ്ഡേറ്റ് ചെയ്യുമോ അടുത്ത കാണാം? പൂർണ്ണമായിട്ട് അങ്ങോട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഏകദേശം മനസ്സിലായതെന്ന് മനസ്സിലാക്കി പറയാം. ഇപ്പോ RSSകാരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന, അല്ലെങ്കിൽ ബജ്രംഗ് ദള്, വിശ്വ ഹിന്ദു പരിഷത്ത്, അങ്ങനെയൊക്കെയുള്ള ചില സേനകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്ന ഭീഷണികളെ കൂടി എന്തുകൊണ്ട് നിങ്ങൾ ഒരു ത്രെട്ടായിട്ട് അംഗീകരിച്ചുകൊണ്ട് അതിനെ നിരോധിക്കുകയോ അതിനെതിരെ പുസ്തകം എഴുതുകയോ ഒക്കെ ചെയ്യുന്നില്ല? അതാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് മറുപടി കേട്ടാ. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഇത് എല്ലാ കാലത്തും ആവശ്യമുള്ള ഒരു വസ്തുവല്ല. ഹിന്ദുത്വ എന്ന് പറഞ്ഞാൽ ഹിന്ദുയിസമാണ് സനാതനമായിട്ട് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പ്രൊട്ടക്ഷൻ മാത്രമാണ്. ഈ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാലേ അതിൽ എന്റെ ചോദ്യം അതല്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന 3 വിഭാഗങ്ങളെ നിങ്ങൾ ത്രെട്ട് എന്ന് പറഞ്ഞു. എന്നാൽ നിങ്ങളിപ്പോ പറയുന്നു ആ വിഭാഗം എൻറ്റയർലി ത്രെട്ട് അല്ല, അതിൻ്റെ അകത്ത് ചില പാർട്ട് മാത്രമാണ് ത്രെട്ട് എന്ന് പറയുന്നത്. അപ്പൊ എന്റെ ചോദ്യം, എന്തുകൊണ്ടാണ് ഹിന്ദുക്കളുടെ ഇടയിലുള്ള ഇതേ ത്രെട്ടിനെ നിങ്ങൾ തിരിച്ചറിയാതിരുന്നത് എന്നാ ചോദിച്ചത്. അത് എന്തുകൊണ്ട് നിങ്ങൾ എഴുതി വെച്ചില്ല? നീ പറയുന്ന പോലെ ക്രിസ്ത്യൻ ത്രെട്ട്, മുസ്ലിം ത്രെട്ട്, കമ്മ്യൂണിസ്റ്റ് ത്രെട്ട് എന്ന് പറയുന്ന പോലെ ഹിന്ദു ത്രെട്ട്. എന്നിട്ട് നിങ്ങൾക്ക് ഇന്ന് ന്യായീകരിക്കാം. മൊത്തം ഹിന്ദുവിനെ അല്ല പറഞ്ഞത്, ഈ പറയുന്ന പോലെ ഹിന്ദു തീവ്രവാദം പറയുന്ന അല്ലെങ്കിൽ ജയ് ശ്രീറാം തീവ്രവാദം കാണിക്കുന്നവരെ മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചതെന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ എഴുതി വയ്ക്കുന്നില്ല? അഥവാ നിങ്ങളത് മിസ്സായെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് പറയാവോ ഹിന്ദു തീവ്രവാദികളുണ്ട് അല്ലെങ്കിൽ ഹിന്ദുക്കൾ ത്രെട്ടാണ് എന്ന് പറയാൻ കഴിയുമോ മറ്റേ ലോജിക്കിൽ? അങ്ങനത്തെ ഒരു ആവശ്യം ഇപ്പോൾ വരുന്നില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ബജ്രംഗ് ദൾ ചെയ്യുന്നതാണെങ്കിലും നിങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഏതെങ്കിലും RSകാർ ചെയ്യുന്നതാണെങ്കിലും ഇപ്പൊ ഏറ്റവും ഗംഭീരമായിട്ടുള്ള എക്സാമ്പിൾ എടുക്കാം. ഈ ബാബറി കെട്ടിടം പൊളിച്ചതടക്കമുള്ള വിഷയങ്ങൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതൊക്കെ ഈ ദേശീയതയുടെ ഭാഗമായിട്ടുള്ള യഥാർത്ഥ സമരമാണത്. അപ്പൊ അത് വേണം, അത് ആവശ്യമാണ്, കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിനു വേണ്ടിയിട്ടല്ലേ RSS. നിങ്ങളുടെ ലോജിക്ക് മൊത്തത്തിൽ പൊളിഞ്ഞു മന്നാടിയാരെ. നിങ്ങൾ ഇത്രയും നേരം ഇവിടെ പറഞ്ഞു വെച്ച ലോജിക്ക് മൊത്തത്തിൽ പൊളിഞ്ഞു. നിങ്ങൾ പറഞ്ഞു വെച്ച ലോജിക്ക് ഇതാണ്, ഈ പറയുന്ന 3 വിഭാഗങ്ങളും ത്രെട്ട് അല്ല, അതിന്റെ ഒരു പാർട്ട് മാത്രമാണ് ത്രെട്ട്. ഇപ്പൊ ഞാനോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള ഒരു നിലവിലെ സാമൂഹ്യ സാഹചര്യത്തിൽ നോക്കുമ്പോൾ ഈ പറയുന്ന ഹിന്ദുത്വവാദം പറഞ്ഞു വരുന്നതിന്റെ അകത്ത് ചില വിഭാഗങ്ങൾ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞിട്ടുള്ള ചില ഗ്രൂപ്പുകൾ ഭയങ്കര ത്രെട്ടാണ്. അവർ ഈ പറയുന്ന പോലെ പള്ളികളെ ആക്രമിക്കുന്നു, സ്കൂളുകൾ ആക്രമിക്കുന്നു, കന്യാസ്ത്രീകളെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളെ ആക്രമിക്കുന്നു, മുസ്ലിങ്ങളുടെ കട ആക്രമിക്കുന്നു. എല്ലാ തരത്തിലും ഒരു സമൂഹത്തിനും ഒരു തരത്തിലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ അക്രമം കാണിക്കുന്നു. സോ ഇവര് ത്രെട്ടാണ്. അപ്പൊ അവരെ ത്രെട്ട് എന്ന് പറയുന്നതിന് പകരം ഹിന്ദുക്കൾ മൊത്തത്തിൽ ത്രെട്ടാണ്, അതിനെപ്പറ്റി നമ്മൾ കൂടുതൽ ഡിഫൈൻ ചെയ്യാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പറയാം ഈ ഒരു വിഭാഗത്തെ മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചതെന്ന് പറയാം. അപ്പൊ നിങ്ങൾ പറഞ്ഞ ലോജിക് മുഴുവൻ പൊളിഞ്ഞുപോയി. ഓക്കെ, പറഞ്ഞു തിരക്കില്ല. കാരണം എന്നതിൽ തന്നെ മനസ്സിലാക്കിയാൽ തെറ്റിയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഈ ത്രെട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവരുണ്ടാക്കുന്ന കുഴപ്പങ്ങളെ നമുക്ക് പ്രതിരോധിക്കാതിരിക്കാൻ പറ്റുമോ? ഒന്നുകിൽ സേനയെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ ജനകീയ പ്രതിരോധം വേണം. ഇത് രണ്ടുമുണ്ട് ഭാരതത്തിൽ. അപ്പൊ ജനകീയ പ്രതിരോധത്തെ അത് ഒരു ഇന്റേണൽ ത്രെട്ടായിട്ട് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് വിരോധാഭാസമാണ്, നടക്കില്ല. അത് അല്ല, മന്നാടിയാര് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്നാടിയാര് പറയുന്നത് ഇവിടെ പൊള്ളി പൊളിക്കുന്നതും അല്ലെങ്കിൽ ഏതെങ്കിലും കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാവുന്നതും ഒക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അത് അപ്പുറത്തുള്ള ആൾക്കാർ ഒരു ത്രെട്ടായിട്ട് വരുമ്പോൾ ഞങ്ങൾ മനഃപൂർവ്വം രാഷ്ട്രീയം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കമ്മ്യൂണൽ റൈറ്റുകൾ ഉണ്ടാക്കുന്നത്, കയറി ആക്രമിക്കുന്നത് ഒക്കെ ഒരു രാഷ്ട്രീയ അടിത്തറ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്ന് മന്നാടിയ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അത് ഇത് സാധാരണ BJPക്കാരൊന്നും സമ്മതിക്കാറില്ല. അതൊക്കെ വേറെ ആരോ ചെയ്യുന്ന പരിപാടിയാണെന്നാണ് പറയാറ്. കമ്മ്യൂണൽ റൈറ്റ് ഉണ്ടാക്കുന്നതൊക്കെ ഞങ്ങളുടെ ഒരു പാർട്ടി വളർത്താൻ വേണ്ടിയും ഒരു ഭീഷണി ഇല്ലാതെയാക്കാൻ വേണ്ടി ഇന്ത്യയിലുള്ള ഒരുപാട് കമ്മ്യൂണൽ റൈറ്റുകളൊക്കെ ഉണ്ടല്ലോ പലതരത്തിലുള്ള. അപ്പൊ അത് ഞങ്ങളുടെയൊക്കെ പാർട്ടി വളർത്താനും ത്രെട്ടുകളെ ഇല്ലാതാക്കാനും വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്ന് മന്നാടിയാർ സമ്മതിക്കുന്നു. അതിൽ എനിക്ക് സന്തോഷമുണ്ട്. BJPക്കാരെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ. ബാബുസെ, നമ്മള് ഒറ്റ മനസ്സോടു കൂടി ഒറ്റ ഹൃദയത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അല്ലാണ്ട് 2 ഹൃദയവും 2 മനസ്സും വെച്ചുകൊണ്ട് 2 മുഖവും വെച്ചുകൊണ്ട് സംസാരിക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരന്, രാഷ്ട്രീയം എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഹിന്ദുവിന് ചേർന്നതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
രാഷ്ട്രീയക്കാരന് പൊളിറ്റിക്സ് എന്നുള്ള സങ്കല്പത്തിൽ എന്തോ ആവാം. അതുകൊണ്ട് BJP-ക്കാർ പറയുന്നൊന്നും നമ്മൾക്ക് ഇവിടെ എനിക്ക് ബാധകമല്ല. നമ്മൾ കൃത്യമായിട്ട് ഒന്ന് മറയില്ലാതെ സംസാരിക്കുകയാണ്. ഇതാണ് ക്ലിയർ കട്ടായിട്ട് ഞാൻ പഠിച്ചു വെച്ച ഹിന്ദുത്വ ദേശീയ രാഷ്ട്രീയം. ഇതിൽ പ്രതിരോധമാണെന്നേ, പ്രതിരോധം അപരാധമല്ലാന്നേ. ഇത് കൃത്യമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഉദാഹരണം ഞാൻ നേരത്തെ പറഞ്ഞ ബാബറി മസ്ജിദിന്റെ വിഷയം തന്നെ എടുക്കാം. ബാബറി മസ്ജിദിന്റെ വിഷയം യഥാർത്ഥത്തിൽ അത് ഉണ്ടാകാൻ പാടില്ലാത്തതായിരുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടുത്തെ കോൺഗ്രസിന്റെയും മതേതര സെക്കുലറിസ്റ്റ് സമ്പ്രദായങ്ങളുടെയും ഇന്ത്യൻ പാർലമെന്റിന്റെയൊക്കെ ഭാഗമായിട്ട് ഏകദേശം 10-60 വർഷക്കാലം ഈ രാഷ്ട്രത്തിന്റെ മെയിൻ സ്ട്രീമിൽ ചർച്ചയ്ക്ക് വന്ന സമയത്ത് പരിഹരിക്കപ്പെടേണ്ടതായിരുന്നു. അന്ന് പരിഹരിക്കപ്പെടാതെ ഇത് വല്ലാത്തൊരു അവസ്ഥയിലെത്തുന്ന സമയത്താണ് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഇവിടുത്തെ സന്യാസി സമൂഹം ഇത് ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് RSSനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാണ്ട് RSS അത് ഹൈജാക്ക് ചെയ്തതൊന്നുമല്ല, കയറി ഏറ്റെടുത്തതല്ല, ഹെഡ് ചെയ്തതല്ല. RSSനെ വിളിച്ചുകൊണ്ട് മണ്ഡലേശ്വരന്മാര് സന്യാസി സൻസദ് ഉണ്ടാക്കിയിട്ട് ആ സന്യാസി സൻസദ് കൃത്യമായിട്ട് വെള്ളിത്തിളകയിൽ വെച്ചുകൊണ്ട് ഈ വിഷയം ഞങ്ങളുടെ കൈകളിലേക്ക് തന്നതാണ്. ധർമ്മം അവിടെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് അതിന്റെ ചരിത്രം പഠിച്ചു തന്ന സമയത്ത് അവിടെ എന്തൊക്കെയോ പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലായി. 400-ഓളം വർഷത്തെ അതിന്റെ പാരമ്പര്യവും പറഞ്ഞ് അതൊക്കെ ചരിത്രപരമായിട്ട് അതിന് എവിഡൻസും ഉണ്ട്. അപ്പൊ എന്താണ്, ബാബറുടെ കയ്യൂക്ക് ഇനി വില പോകൂല എന്ന് തെളിയിക്കേണ്ട ബാധ്യത ജനങ്ങൾക്കുണ്ട്. ജനകീയമായിട്ടുള്ള പ്രത്യയശാസ്ത്രത്തെ ഏൽപ്പിച്ചപ്പോ ഏറ്റെടുത്ത പ്രത്യയശാസ്ത്രം ഗംഭീരമായിട്ട് പണി. സംശയം ചോദിക്കട്ടെ, ഈ ബാബറി മസ്ജിദിന്റെ വിഷയം പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചെറിയൊരു കാര്യം ചോദിക്കട്ടെ. എനിക്കൊരു സംശയം, അന്ന് മുതലുള്ള ഒരു സംശയമാണ്. അന്ന് മുതൽ ഞാൻ അത് വിധി കേൾക്കുന്ന സമയം മുതലുള്ള എൻ്റെ ഒരു സംശയമാണ്. ഈ ബാബറി മസ്ജിദിന്റെ വിധി പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ആദ്യത്തെ ഒരു 4-5 മിനിറ്റോളം ജഡ്ജി ഒരു ഇൻട്രൊഡക്ഷൻ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വാക്കാണ്, രാജ്യത്തെ സുരക്ഷയും ശാന്തിയും സമാധാനവും ആഗ്രഹിച്ചുകൊണ്ട് എന്ന് ഒരു വാക്ക് അതിനകത്ത് പറയേണ്ട കാരണം എന്താണ്? ഈ വിധി നേരെ ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് RSS എതിരായി കഴിഞ്ഞാൽ രാജ്യം കത്തും എന്നുള്ളത് ജഡ്ജി മനസ്സിലാക്കിയിട്ടാണോ അങ്ങനത്തെ ഒരു വാചകം അവിടെ പറഞ്ഞത്? എന്താണ് മന്നാടിയാർക്ക് തോന്നുന്നത്? ആ വിഷയം ആ പെർട്ടിക്കുലർ സിറ്റുവേഷൻ നമ്മളെല്ലാവരും കവർ ചെയ്ത് ഭംഗിയായിട്ട് അത് കവർ ചെയ്ത് പോകുന്നതല്ലേ, നമുക്ക് മനസ്സിലാക്കുക. അതെ, നമുക്കറിയാം. അങ്ങനെ പറഞ്ഞു ആ ഒരു പ്രത്യേക സിറ്റുവേഷൻ വിധി പറയാൻ വിധി പ്രഖ്യാപനത്തിൽ മന്നാടിയാരെ അങ്ങനെ പറഞ്ഞു പോവല്ലേ. നമ്മളെല്ലാവരും പറഞ്ഞു, പാണക്കാട് തങ്ങൾ പറഞ്ഞു ശാന്തവരാകൂ ആരാധകരെ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് അതല്ല ഇവിടെ ചോദിച്ചത്. ഞാൻ ചോദിച്ചത്, ജഡ്ജി അങ്ങനെ ഒരു വീക്ഷണത്തിലെത്താൻ കാരണമെന്ന് എതിർ കക്ഷി RSS ആണ് ഇതിന്റെ ഒരു കക്ഷി. ആ കക്ഷിക്ക് അനുകൂലമായി ഞാൻ വിധി പറയുന്നു. കാരണം ഈ രാജ്യത്തിന്റെ കാരണമെന്ന് ഞാൻ പറയുകയാണ് കേട്ടോ, ജഡ്ജി പറഞ്ഞില്ല. RSSന് അനുകൂലമായിട്ട് വരുന്നൊരു വിധി. ഈ വിധി തിരുത്തിപ്പോ RSSനെതിരെ എന്നുള്ളൊരു വാക്ക് അതിലില്ല. RSSനെതിരെ എന്നുള്ളത് തന്നെയാണ് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ജഡ്ജി കൃത്യമായി പറയുന്നുണ്ട്, രാജ്യത്തെ സുരക്ഷയും സമാധാനവും